ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കല്ലിൽ ചുട്ടെടുത്തിട്ടുള്ള ഇലയുടെയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ചൂട് കട്ടൻ ചായയുടെ ഒക്കെ കൂടെ ഇപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടുപിടിക്കുന്ന സമയത്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു അട തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി വേണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസ് പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടി വേണം കേട്ടോ എടുക്കാൻ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പൊടി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ അട തയ്യാറാക്കിയിട്ട് എടുക്കണ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നാലാണ് മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. പിന്നെ ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് എന്ന കണക്കിനാണ് ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു നല്ലൊരു ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് വെള്ളത്തിലൊന്ന് നനച്ചെടുത്തതിന് ശേഷം മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചൂടാവും കേട്ടോ, അങ്ങനെ പൊള്ളും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു ഗ്ലാസ്സോ അതല്ലെങ്കിൽ ഒരു പാത്രമോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ അതേ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടയ്ക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം ശർക്കര ചീകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര പൊടിയായിട്ടുള്ളതാണെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മുഴുവനായിട്ടുള്ള ശർക്കര എടുത്തിട്ട് ചീകിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കല്ലും മണ്ണൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉരുക്കിയിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ശർക്കര ഉരുക്കിയത് ഒഴിക്കുമ്പോൾ അധികം ഇങ്ങനെ വെള്ളത്തിലൊന്നും ഉരുക്കിയെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ മാത്രം ഉരുക്കിയിട്ട് ഒഴിച്ച് കൊടുത്താലും മതി. കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അട ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ചു പോകും. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫില്ലിങ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള മാവുണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ ഒരു വാഴ ഇലയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈയൊന്ന് വെള്ളത്തിൽ നനച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പരന്ന് കിട്ടും കേട്ടോ. നമുക്കത് എത്രത്തോണ്ട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റും അത്രയും നന്നായിട്ട് തന്നെ അത് കനം കുറച്ചിട്ടൊക്കെ പരത്തിയെടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണേ. ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ എല്ലാ അടയും ഇതുപോലെ ഒന്ന് മടക്കി റെഡിയാക്കിയിട്ടൊക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ പഴയൊരു ദോശക്കല്ലാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കണ കല്ലൊന്നും എടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പിന്നീട് നമ്മൾ ഈ ഒരു ദോശക്കല്ലിൽ ഈ ഒരു അട ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ദോശ ഒന്നും ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റില്ല കേട്ടോ. ദോശ ഒട്ടും ശരിയാവില്ല. അപ്പോൾ ദോശ ഒന്നും ഉണ്ടാക്കാത്ത കല്ല് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഇത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് അട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെന്തോന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ പോലൊക്കെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഈ ഒരു വാഴയില നല്ലോണം ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ കറുത്ത പോയ പോലെ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു അടവട വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ അട തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കും കേട്ടോ. പിന്നെ ഈ ഒരു അട നമ്മൾ സാധാരണ ആവിയിലൊക്കെ വേവിച്ചെടുക്കണ അട ഉണ്ടല്ലോ, അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ. അത്ര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. എന്നാൽ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് ഉണ്ടാവുക. ഒത്തിരി ഇങ്ങനെ ഹാർഡായിട്ടൊന്നല്ല ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്